ഒരു വല്ലാത്ത പടം. ഒരു ലെജൻഡറി ഡയറക്ടറായ സ്റ്റീവൻ സ്പിൽബർഗിൻ്റെ അടുത്ത് നമ്മളൊരു പടം വരുമ്പോൾ അത്യാവശ്യം ഒരു ഹോപ്പ് അല്ലെങ്കിൽ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരിക്കും. ആ എക്സ്പെക്ടേഷൻ അത്രത്തോളം കീപ്പ് ചെയ്യാൻ പറ്റാത്തൊരു മൂവി ആയിട്ടാണ് ഡിസ്ക്ലോഷർ ഡേ എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഒരു 2.5 മണിക്കൂറോളം ഡ്യൂറേഷനുള്ള ഒരു പടമാണ്. ഇപ്പോൾ ഈ 2.5 മണിക്കൂറുള്ള ഡ്യൂറേഷനിൽ ഫസ്റ്റ് ഹാഫ് തരക്കേടില്ലാത്ത രീതിയിൽ കണ്ടിരിക്കാവുന്നതാണ്. കാരണം അത്യാവശ്യം ത്രില്ലിംഗ് ആയിട്ടും അത്യാവശ്യം എൻഗേജിംഗ് ആയിട്ടും ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ അവസാനത്തിലേക്ക് പോകുമ്പോൾ ഭയങ്കര ലാഗ് ഫീൽ ചെയ്തു. ഒരു 2.5 മണിക്കൂർ ഡ്യൂറേഷൻ ഉണ്ട്, എന്നാൽ അത്രത്തോളം ഒരു ഇമോഷണൽ കണക്റ്റോ അല്ലെങ്കിൽ ഭീകരമായുള്ളൊരു ഫീലോ ഒന്നും ഈ പടം കാണുമ്പോൾ കിട്ടുന്നില്ല. ഒരു ഏലിയൻ ഇൻവേഷൻ ബേസ് ചെയ്തിട്ട്, ഇൻവേഷൻ അല്ല, ഒരു ഏലിയനെ പറ്റി പറഞ്ഞു പോകുന്ന ഒരു പടമാണ് ഈ പടം. അപ്പോൾ ഒരു ലാസ്റ്റിലേക്ക് എന്തൊക്കെയോ ബിൽഡ് ചെയ്ത് വന്നിട്ട് അതിന് എന്തെങ്കിലും ഒരു പേ ഓഫ് വേണ്ടേ, ഒരു പ്രോപ്പർ പേ ഓഫും തരാതെ ഈ പടം അവസാനിക്കുകയാണ്. ഈ പടത്തിലെ പോസിറ്റീവ്സ് മേജർലി ആക്ടിങ് ആണ്. അപ്പോൾ അത്യാവശ്യം എമിലി ബ്ലണ്ടൊക്കെ നല്ല രീതിയിൽ തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മേക്കിംഗ് ക്വാളിറ്റി അതൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു, മ്യൂസിക്കൊക്കെ അത്യാവശ്യം രസമുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും 2.5 മണിക്കൂർ കണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു പടമായിട്ടാണ് എനിക്ക് ഡിസ്ക്ലോഷർ ഡേ എനിക്ക് തോന്നിയത്. പിന്നെ ഈ പടത്തിലെ മേജർ ഡ്രോബാക്ക് അതിൻ്റെ സ്ക്രീൻ പ്ലേ ആണ്. കാരണം ഒരുപാട് ലൂപ്പ് ഹോൾസ് പല സൈഡിലായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു മേജർ ഡിഫൻസ് കമ്പനി രണ്ടുപേരെ ട്രാക്ക് ചെയ്യാനൊക്കെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. ഇപ്പോൾ അതിൻ്റെ അവസാനമാകുമ്പോൾ വില്ലൻ എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ ഒരു എന്താ പറയുക, ഒരു മേജർ ഡ്രോബാക്ക് മൊത്തത്തിൽ സ്ക്രീൻ പ്ലേയിൽ ഫീൽ ചെയ്തു. 2 മണിക്കൂർ 25 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു പടത്തിൽ അങ്ങനെ ഒരു ഡ്രോബാക്ക് ഉണ്ടെങ്കിൽ കണ്ടിരിക്കാനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാലോ. അപ്പോൾ മൊത്തത്തിൽ ആകെ തുകയിൽ എന്തൊക്കെയോ സംഭവിച്ചു, എന്നാൽ ഡിഡ് ഇറ്റ് മാറ്റർ ടു എനിവൺ അതും ഇല്ല, അങ്ങനത്തെ ഒരു മൂവി. സോ ഈ പടത്തിന് എൻ്റെ റേറ്റിംഗ് അല്ലെങ്കിൽ ഐ ഗിവ് എ 2 out of 5 പ്രോബബ്ലി. കാരണം അത്രയും ടെറിബിൾ ഒന്നുമല്ല, പക്ഷെ എന്നാൽ പോലും ആകെ തുകയിൽ ഒന്നുമില്ല. ലൈക്ക് സംതിങ് എന്തൊക്കെയോ ശ്രമിച്ചു, പക്ഷെ ഒന്നും ഇല്ലാതിരുന്നൊരു പടം. ഗോ വാച്ച് അറ്റ് യുവർ ഓൺ പ്ലേസ്, അത്രേ പറയാനുള്ളൂ.